തുടർച്ചയായ ഏഴാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 0.67% ഉയർന്ന് 24,328 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റിൽ പോസിറ്റീവ് സെന്റിമെന്റ് പ്രകടമായിരുന്നു. ഇത് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും പ്രതിഫലിച്ചു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.94%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.26% ഉയർന്നു. കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷനുകളിലായി നിഫ്റ്റി 8% ഉയർന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിലെ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതും IT കമ്പനികൾ, പ്രത്യേകിച്ചും മിഡ് ടയർ അല്ലെങ്കിൽ ടയർ 2 IT കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ച രീതിയിൽ വന്നു തുടങ്ങിയതും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നതും വരും സമയങ്ങളിൽ ഇന്ത്യൻ എക്കോണമി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ള ഔട്ട്ലുക്കുമൊക്കെയാണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവായതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ. കൂടാതെ ഫെഡ് റിസർവ് ചെയർമാൻ ജെറോം പവലിനെ പുറത്താക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അറിയിച്ചതോടുകൂടി അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ മികച്ച റാലി കാണാൻ സാധിക്കുന്നു. ഡോ ജോൺസ് ഉൾപ്പെടെയുള്ള ഇൻഡെക്സുകൾ 3% മുകളിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ജപ്പാന്റെ ഇൻഡെക്സും കൊറിയൻ ഇൻഡെക്സും 2% മുകളിലും യൂറോപ്യൻ ഇൻഡെക്സുകൾ 1.5% മുകളിലും പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം HCL ടെക്കിൻ്റെ സ്റ്റോക്ക് 8% ഉയർന്നു. ടെക് മഹീന്ദ്രയിൽ 4.44% വർധനവുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. കോട്ടക് മഹീന്ദ്ര 2%, HDFC ബാങ്ക് 2%, ഗ്രാസിം 1.98% ഇടിഞ്ഞു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT ഇൻഡെക്സ് തന്നെ 4.34% ഉയർന്നു. ഓട്ടോ ഇൻഡെക്സ് 2.38, നിഫ്റ്റി ഫാർമ 1.40, ഹെൽത്ത് കെയർ 1.34, റിയാലിറ്റി 1.33% ഉയർന്നു. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെക്ടറുകളിലൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. നിഫ്റ്റി ബാങ്ക് 0.50% ഇടിഞ്ഞു. പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 0.75, PSU ബാങ്ക് 0.57, ഫിനാൻസ് സർവീസ് 0.67% ഇടിഞ്ഞു. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ 1516 സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 1340 സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമായിരുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ കമ്പനികൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ടയർ 2 IT കമ്പനിയായ LTI മൈൻഡ്രി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. LTI മൈൻഡ്രി ഇന്ന് 5% ഉയർന്ന് 4537 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 6767, 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. LTI മൈൻഡ്രിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 2.6%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 3.97% ഉയർന്നു. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷമാണ് LTI മൈൻഡ്രിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നത്. ഈ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം LTI മൈൻഡ്രിയുടെ പ്രോഫിറ്റ് 1099 കോടിയായിരുന്നു. അവിടെ നിന്നും 1128 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻ ടേംസ് ഓഫ് $, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1.4% ഇടിയുകയും ഇയർ ഓൺ ഇയറിൽ 2% ഉയരുകയും ചെയ്തു. $130.6 മില്യൺ പ്രോഫിറ്റാണ് കമ്പനി ഇൻ ടേംസ് ഓഫ് ഡോളർ നേടിയിരിക്കുന്നത്. കൂടാതെ LTI മൈൻഡ്രിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും വർദ്ധിച്ചിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ റവന്യൂ 9.9% വർദ്ധിച്ചിരിക്കുന്നത്. 8892 കോടിയിൽ നിന്നും 9771 കോടിയിലേക്ക് റവന്യൂ വർദ്ധിച്ചു. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ റവന്യൂവിൽ 1.1% വർധനവുണ്ടായി. അതേസമയം റവന്യൂ ഇൻ ടേംസ് ഓഫ് $, ക്വാർട്ടർ ടു ക്വാർട്ടർ 0.7% ഇടിഞ്ഞപ്പോൾ ഇയർ ഓൺ ഇയറിൽ 5.5% വർദ്ധിച്ച് $1113 മില്യൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 45 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഇനി കമ്പനിയുടെ കോൺസ്റ്റന്റ് കറൻസി ടേംസ് 0.6% ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇടിഞ്ഞെങ്കിലും ഇയർ ഓൺ ഇയറിൽ 6.3% വർദ്ധിച്ചു. കൂടാതെ കമ്പനിയുടെ EBITDA 2.8% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 1.2% ഉയരുകയും ചെയ്തു. അതേസമയം EBITDA മാർജിൻ 14.7% നിന്നും 13.8% ഇടിഞ്ഞു. ഇനി LTI മൈൻഡ്രിയുടെ ഏണിംഗ് പെർ ഷെയറിലും വർധനവുണ്ടായി. 36 രൂപ 70 പൈസയിൽ നിന്നും 36 രൂപ 70 പൈസയിൽ നിന്നും 37 രൂപ 20 പൈസ എന്ന നിലയിലേക്കാണ് കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ ഉയർന്നിരിക്കുന്നത്.
എന്നാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏണിംഗ് പെർ ഷെയർ 38 രൂപ 10 പൈസയിൽ നിന്നും 37 രൂപ 2 പൈസ എന്ന ലെവലിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഇനി 2025 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി 5% കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്തും 14.5% എബിറ്റ മാർജിനും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ചലഞ്ചിങ് മാക്രോ എൻവയോൺമെൻറ്റ് ഉള്ളപ്പോഴും കമ്പനിക്ക് മികച്ച ഓർഡർ ഇൻഫ്ലോയും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും കമ്പനിയുടെ സ്ട്രോങ് പോയിന്റുകളാണ്. LTI മൈൻഡ്രിയുടെ ഈ ക്വാർട്ടറിലെ ടോട്ടൽ ഓർഡർ $1.60 ബില്യൺ ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് $1.43 ബില്യൺ ആയിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓർഡറിൽ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. $1.68 ബില്യൺ ഓർഡറാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനി നേടിയത്. കൂടാതെ LTI മൈൻഡ്രിയുടെ അട്രീഷൻ റേറ്റ് 13% തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ LTI മൈൻഡ്രി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 6,500 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇടിഞ്ഞ് 4,000 അടുത്തെത്തുകയും 4,000 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്തതിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുകയുമാണ്. 5,000 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. ഇവിടെ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർക്ക് 4,000 രൂപയുടെ റേഞ്ച് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഹയർ സൈഡിലെ ടാർഗറ്റ് ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.